ഹായ് പ്രിയങ്ങളെ, എല്ലാ പ്രാവശ്യത്തേക്കാളും ഇക്കൊല്ലം എനിക്ക് ചീര നന്നായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു കൃഷി നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ടായത്. കുറേ ആയൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതൊരു ഷോർട്ട് വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഞാൻ എങ്ങനെയാണ് ആ കൃഷി ചെയ്തത്, അതിൻ്റെ വളപ്രയോഗം ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ഇങ്ങനെ ഒരു തറയാക്കിയിട്ട് വാളിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1-2 തൈകൾ ഞാൻ വേറെ മാറ്റി നടുന്ന ആ ഒരു രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ഗ്രോ ബാഗിലോ ചെറിയതിൽ പാവി മുളപ്പിക്കാം. എന്നിട്ട് അത് പറിച്ചു നടാം. ഗ്രോ ബാഗിലേക്ക് പറിച്ചു നടാം. അല്ലെങ്കിൽ സ്ഥലമുള്ളവരാണെങ്കിൽ കുറേ സ്ഥലമുള്ളവരാണെങ്കിൽ നിലത്ത് വേണമെങ്കിൽ നടാം. ഞാനിപ്പോൾ നിലത്ത് അത് നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തൈ പറിച്ച് നടുമ്പോൾ വെയിലില്ലാത്ത സമയങ്ങളിൽ നോക്കി വൈകിട്ട് പറിച്ച് നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മണ്ണോട് കൂടി തന്നെ ആ തൈ പറിച്ചെടുക്കേണ്ടതാണ്. കണ്ടോ, അതിൻ്റെ കൂട്ടത്തിലുള്ള ആ മണ്ണോട് കൂടി തന്നെ അടിയിൽ കൈ വിരലിട്ടിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പോ കൊണ്ട് ഇളക്കിയെടുത്ത് അങ്ങനെ നടണം. അല്ലെങ്കിൽ അതിന് വാട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നട്ടു കഴിഞ്ഞെങ്കിൽ ഒന്നും പെട്ടെന്ന് വാട്ടം നിൽക്കുകയും തൈ വേഗത്തിൽ ഉഷാറാവുകയും ചെയ്യും. അല്ല, അതുപോലെ തന്നെ തറയിൽ തന്നെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ വളം പ്രയോഗിച്ചാൽ മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കാം. അതുപോലെ നമുക്ക് നമ്മുടെ സാധനം വാങ്ങുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവുമല്ലോ, അതിലെല്ലാം നമുക്ക് ചീര നട്ടു കൊടുക്കാം. കുറവായവർക്ക് അതിലെല്ലാം. എന്തിന്, ചെറിയ വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പി ഇപ്പോൾ ധാരാളം വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പി ഇവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. അതിന് ഇങ്ങനെ മുറിച്ച് അതിൻ്റെ അടിയിൽ ദാരമുണ്ടാക്കി കൊണ്ട് മാത്രം നമുക്ക് ചീര നട്ടു കൊടുക്കാവുന്നതാണ്. ഒരു ചീരയുടെ തൈ ഓരോ കുപ്പിയിൽ ഓരോ ചീരകൾ നട്ടു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് മുറിച്ച ശേഷം ഇങ്ങനെ നടുമ്പോൾ നമ്മൾ അത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു തൈ മുറിച്ചെടുത്ത് കഴിഞ്ഞെങ്കിൽ വീണ്ടും 2 ഭാഗങ്ങളിലായി അത് 2 ശിഖരങ്ങൾ വന്ന് നമുക്ക് വിളവ് തരുന്നതാണ്. അതിനായി നമ്മൾ വീണ്ടും എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള, ഇപ്പോൾ അതിനായി ഒരു പ്രത്യേക ചീരക്ക് നമ്മൾ ഒരു പ്രത്യേക വളം നിർദ്ദേശിക്കേണ്ട. എല്ലാ വളങ്ങളും ചീരക്ക് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ഫലപ്രദം ലായനി രൂപത്തിലുള്ള വളങ്ങളാണ്. ചാണകവും കടൽ പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് നേർപ്പിച്ച് കൊടുത്താൽ വൈകുന്നേരങ്ങളിൽ ആ ഒരു വളം ചേർത്തെങ്കിൽ നമുക്ക് ചീര പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ കഴിയും. ഏകദേശം 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ചീര വിളവെടുക്കാമല്ലോ. ഇപ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ രീതി ഓരോരുത്തർ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തെങ്കിൽ ചീര നടുന്ന രീതികൾ നമുക്ക് വിശദമായി കാണാൻ പറ്റും. പക്ഷേ ഞാനിവിടെ നട്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ അടിയിൽ കരിയില ഇങ്ങനെ കൂട്ടി, ഇത് ഇവിടെ അങ്ങനെ ഇതാക്കാനൊന്നും കഴിയാത്ത സ്ഥലമാണ്. ഒന്നാമത് ഇവിടെ പൈപ്പും വീടിൻ്റെ ബാക്കിൽ തന്നെ ആയതുകൊണ്ട് ഇതെല്ലാം ഇത് കക്കൂസിൻ്റെ കുഴിയെല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കിളച്ച് മരിക്കാൻ കഴിയാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇലകൾ കൂട്ടി അതിൻ്റെ മീതെ ലേശം അല്പം മണ്ണ് മാത്രം ഇട്ട് അതിൻ്റെ മീതെ ചാണകപ്പൊടി ഇട്ടാണ് ഞാൻ നട്ടത്. എൻ്റെ കയ്യിലിപ്പോൾ 3-4 തരം ചീരകളുണ്ട്. അപ്പോൾ ഇത് ചുവന്ന തണ്ടൊക്കെയുള്ള ആ ഒരു ചീര, എനിക്ക് പേരൊന്നും അറിയില്ല. പിന്നെ പച്ചച്ചീരയുണ്ട്. പച്ചച്ചീര നമുക്ക് പെട്ടെന്ന്
പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ചീരയാണ്. വേനൽക്കാലത്ത് ഏറ്റവും കഴിക്കാൻ ഏറ്റവും നല്ലത് പച്ചച്ചീര തന്നെ ആണെന്ന് പറയാം. ചുവന്ന ചീരയെക്കാളും ഏറ്റവും ഉത്തമം പോഷക സമൃദ്ധവും പച്ചച്ചീരയാണ്. 4 തരം ചീരയാണ് എൻ്റെ. അപ്പോൾ ഞാൻ വിത്തുകൾ പുറമേ നിന്ന് വാങ്ങുന്നതല്ല. എൻ്റെ കയ്യിലുള്ള ഇതിപ്പോൾ ഉണങ്ങി വിത്ത് ഏകദേശം കറുത്ത് വരുമ്പോൾ നമുക്ക് കരിഞ്ഞ് വെയിലത്ത് ഉണക്കി നമുക്ക് ചേറിപ്പാറ്റി അതിൻ്റെ വിത്ത് എടുത്ത് വെക്കാം. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള നമുക്ക് ചീര വിത്ത് റെഡിയായിരിക്കും. അപ്പോൾ നമ്മൾ വിത്ത് വില കൊടുത്ത് വാങ്ങേണ്ടതില്ല. അധികവും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. വിത്ത് കയ്യിലുള്ള വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചീര വിത്തിന് നല്ല വിലയുണ്ട്. അതിപ്പോൾ പുറമേ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല വിത്ത് കിട്ടണം എന്നും ഇല്ല.